ഒരു നല്ലയപ്പൻ്റെ ചാവരുള്ളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസ് പിതാവ് 1.5 നൂറ്റാണ്ടിന് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1868 കൈനഗിരിക്കാർക്ക് വേണ്ടി, കൈനഗിരിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി എഴുതിയ കുടുംബച്ചട്ടമാണ് ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന ഈ ഗ്രന്ഥമുണ്ട്. ഈ നല്ലയപ്പൻ്റെ ചാവരുൾ ചാവറപ്പിതാവ് 40 ഖണ്ഡങ്ങളായി 40 ഉപദേശങ്ങൾ കേരളത്തിലെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് നൽകിയതാണ്. ഈ 40 ഉപദേശങ്ങളിൽ ഒരു 16 എണ്ണം മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ചാണ്. ആദ്യത്തെ ഒരു 24 എണ്ണം ഒരു കത്തോലിക്ക കുടുംബങ്ങൾ അനുഷ്ഠിക്കേണ്ട കൃത്യമായ ചട്ടങ്ങളാണ്. അതിൽ ഓരോ ചട്ടവുമാണ് നമ്മൾ ഓരോ എപ്പിസോഡിലും ചർച്ച ചെയ്യുന്നത്. ഇന്ന് വിശുദ്ധ ചാവറപ്പിതാവ് എഴുതിയ ഈ നല്ലയപ്പൻ്റെ ചാവരുള്ളിലെ ഒരു പ്രത്യേക വിഷയം നമ്മളെടുത്ത് ചർച്ച ചെയ്യുകയാണ്. അന്യൻ്റെ മുതലുകൾ, അന്യൻ്റെ വസ്തുക്കൾ സ്വന്തമാക്കി വയ്ക്കുക, അങ്ങനെ സമ്പത്ത് വർദ്ധിപ്പിക്കുക, അങ്ങനെ ജീവിതത്തിലെ സുഖം വർദ്ധിപ്പിക്കുക, ഇതൊക്കെ സ്വാഭാവികമായി മനുഷ്യന് ഉണ്ടാകുന്ന പ്രലോഭനങ്ങളിൽ ചിലതാണ്. ചാവറപ്പിതാവ് പറയുന്നു, നമുക്ക് തമ്പുരാൻ ജീവിക്കാനായിട്ട് ഉള്ള സാഹചര്യം തമ്പുരാനാണ് ഒരുക്കിയിരിക്കുന്നത്, നമ്മളല്ല. അതിനനുസരിച്ച് സംതൃപ്തിയോടെ ജീവിക്കുന്ന കുടുംബങ്ങൾ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. എന്നാൽ അന്യൻ അവകാശപ്പെട്ട വസ്തുക്കൾ കട്ടെടുക്കുക, മോഷ്ടിക്കുക, തട്ടിയെടുക്കുക തുടങ്ങിയ തെറ്റായ പ്രവൃത്തികൾ ചെയ്യുന്നവർ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കില്ല. ചാവറപ്പിതാവിൻ്റെ ഈ ചാവരുളിലെ ഏറ്റവും വിഖ്യാതമായ, കാലങ്ങൾ ഏറ്റെടുത്ത ഒരു പഴഞ്ചൊല്ല് പോലെ പ്രസിദ്ധമാണ് കട്ട വസ്തു കത്തിപ്പോകും എന്നുള്ളത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിച്ച് നമുക്ക് നമ്മുടെ ചർച്ച ആരംഭിക്കാം. ചാവറപ്പിതാവിൻ്റെ ഈ നല്ലയപ്പൻ്റെ 17ാമത്തെ ഉപദേശം എന്ന രീതിയിലാണ് ചാവറപ്പിതാവ് ഇത് നൽകുന്നത്. നീതി നമ്മൾ ചെയ്യണം, നീതിയോടുകൂടി കാര്യങ്ങൾ വേണം, കുടുംബത്തിൽ നീതി നിഷ്ഠമായ ഒരു ശൈലി വളർത്തിയെടുക്കണം എന്നുള്ള കൺസെപ്റ്റാണ്. കട്ട വസ്തു ഒരു നാഴിക നേരത്തേക്കെങ്കിലും നിൻ്റെ വീട്ടിൽ വെച്ച് സൂക്ഷിക്കുവാൻ നീ സമ്മതിക്കേണ്ട. കട്ട വസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകുമെന്ന് റൂഹാദക്കുദിശ തമ്പുരാൻ അരുളി ചെയ്യുന്നു. അന്യവസ്തു കട്ടവരോടുകൂടെ നീ ഇടപെടേണ്ട. എന്തെന്നാൽ നാളെ നിൻ്റെ വസ്തു കക്കുവാൻ അവർ മടിക്കയില്ല നിശ്ചയം. മാത്രമല്ല അവരുടെ പാപത്തിനും നീ പങ്കുകാരനാകും. ചാവറപ്പിതാവിൻ്റെ ഓരോ ഉപദേശങ്ങൾക്ക് ശേഷം ഓരോ ചെറിയ കഥയും ചാവറപ്പിതാവ് വായിച്ച അനുഭവ വായന വഴികളിൽ നിന്നും നമുക്ക് പകർന്നു തരുന്നുണ്ട്. അതിനകത്ത് വളരെ രസകരമായൊരു കഥ പറയുന്നുണ്ട്. ഒരു ദിക്കിൽ അന്യവസ്തുക്കൾ അന്യായമായി അപഹരിച്ച് ധനികനായി തീർന്ന ഒരു ഗൃഹസ്ഥനുണ്ടായിരുന്നു. അവർ ദീനമായി മരിക്കാറായപ്പോൾ ഭാഗം ചെയ്യുവാൻ വേണ്ടി എന്ന പോലെ ഉടമ്പടി എഴുത്തുകാരനെ വിളിച്ചു വരുത്തി ഇപ്രകാരം എഴുതുവാൻ പറഞ്ഞു: എൻ്റെ ആത്മാവിനെ പിശാചിന് ഞാൻ കൊടുക്കുന്നു. ഇത് കേട്ടപ്പോൾ മക്കൾ, അപ്പാ അപ്പാ എന്തു പറയുന്നു? അപ്പൻ ഓർമ്മയില്ലാതെ പറയുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ദീനക്കാരൻ, ഇല്ല മക്കളെ, എനിക്ക് നല്ല ബോധമുണ്ട്. ഞാൻ പറയുന്നത് എഴുതട്ടെ. എൻ്റെ ആത്മാവിനെ അന്യരുടെ വസ്തുക്കളെ അപഹരിക്കുവാൻ എന്നെ ഉത്സാഹിപ്പിച്ച എൻ്റെ ഭാര്യയുടെ ആത്മാവിനെയും പിശാചിന് കൊടുക്കുന്നു. എൻ്റെ മക്കളായ നിങ്ങളുടെ ആത്മാക്കളെയും ഞാൻ പിശാചിന് കൊടുക്കുന്നു. എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു അന്യരുടെ വസ്തുക്കൾ അപഹരിച്ചത് എന്ന് പറഞ്ഞ് നിർഭാഗ്യനായി അയാൾ അന്ത്യശ്വാസം വിടുകയും ചെയ്തു.
ഇതാണ് ചാവറപ്പിതാവ് വളരെ ആ, വളരെ കാര്യമായ ഒരു കാര്യമാണ് പറഞ്ഞത്. അത് രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നു. അതേസമയത്ത് അദ്ദേഹം എത്രയോ 150ഓളം വർഷങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യവുമാണ്. ഇതിനകത്തുനിന്ന് നമ്മൾ ഇത് കാണുമ്പം ചാവറപ്പിതാവ് പറഞ്ഞ ഈ സ്റ്റോറിയിലെ തന്നെ ഈ മനുഷ്യൻ ബാക്കിയുള്ളവൻ്റെ മുതൽ തട്ടിയെടുത്ത് ധനവാനായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഭൗതിക ജീവിതത്തിൽ അയാളുടെ സന്തോഷമൊക്കെ ഭൗതികമായിട്ട് അയാൾ അനുഭവിച്ചു. പക്ഷേ മരിക്കുന്ന സമയത്ത് ഗതിമുട്ടി. മരിക്കുന്ന സമയത്താണ് അയാൾ തിരിച്ചറിഞ്ഞത് ഈ അനുഭവിച്ചതൊന്നും ആയിരുന്നില്ല അനുഭവിക്കേണ്ടിയിരുന്നത് എന്ന് തിരിച്ചറിയുകയാണ്. അതായത് കക്കണ സമയത്ത് ഒരാളും ഇത് ഇവിടെ ഇട്ടിട്ട് പോകേണ്ടതാണെന്ന് ഓർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ഇട്ടിട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ വിഷമം. ശർക്കര കട്ട് തിന്നുന്നവനും മധുരം തന്നെയാണ് അനുഭവിക്കുന്നത്. അല്ലാണ്ട് ശർക്കര കട്ടു എന്ന് വിചാരിച്ച ഉടനെ അത് കയ്പായി മാറുന്നില്ലല്ലോ. പക്ഷേ ജീവിതമാണ് കഴിക്കുന്നത്. ചാവറച്ചൻ്റെ ഈ കഥയിലെ നമ്മുടെ കാർന്നവരെ പോലെ മോഷ്ടിക്കുന്ന സമയത്തോ മോഷണ വസ്തു ഉപയോഗിക്കുന്ന സമയത്തോ അയാൾക്കതിൻ്റെ കുറ്റബോധം ഉണ്ടാകുന്നില്ല. അയാൾ ആസ്വദിച്ച് ജീവിതം സുഖിച്ച് ജീവിച്ചവനാണ്. നമുക്കറിയാം ശർക്കര കട്ടെടുത്തവൻ ശർക്കര തിന്നുമ്പം അത് കഴിക്കുന്നില്ല. പക്ഷേ അനുഭവിക്കുന്നത് ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ മോഷണം മുതൽ അയാൾ സൂചിച്ച് തിന്നുന്നുണ്ടെങ്കിലും കഴിക്കാൻ പോകുന്നതൊന്ന് കാത്തിരിപ്പുണ്ട്. ഒരു കയ്പ് കാത്തിരിക്കുന്നു ശർക്കര കട്ടവനെ എന്ന് ചാവറപ്പിതാവിൻ്റെ ഈ വാക്ക് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജോസഫ് സാറ് 10-28 വർഷം ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. എത്രയോ ജീവിതങ്ങളെ കണ്ടു, എത്ര വിദ്യാർത്ഥികളെ വളർത്തിയെടുത്തു. മറ്റുള്ളവരുടെ മുതൽ കൈവശപ്പെടുത്താതെ ഉള്ളതിൽ സംതൃപ്തി അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗത്തെ സാറ് കണ്ടിട്ടുണ്ട്. അതേപടി തന്നെ സ്വന്തമായ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സുഖജീവിതത്തിന് വേണ്ടി യാതൊരു മനസാക്ഷിയുമില്ലാതെ മറ്റുള്ളവരുടെ സ്വന്തം സഹോദരങ്ങളുടെ പോലും മുതൽ കൈവശപ്പെടുത്തി സുഖിച്ച് ജീവിക്കുന്ന ആൾക്കാരെയും സാറ് കണ്ടിട്ടുണ്ട്. എന്താണ് ഈ ചാവറപ്പിതാവിൻ്റെ കട്ടവസ്തു കത്തിപ്പോകും എന്നുള്ള ഈ ഒരു പഴഞ്ചൊല്ല് വേണമെങ്കിൽ ഇന്ന് പുതുച്ചൊല്ല് തന്നെയാണ്. സാറിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ പേര് ജോസഫ് കാര്യാങ്കൽ. ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു. എൻ്റെ അനുഭവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ മനസ്സമാധാനം നഷ്ടപ്പെടും. പക്ഷേ എടുത്തു കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. കാരണം നമുക്ക് മുടക്കളൊന്നുമില്ല. അപ്പോൾ നല്ല ലാർജ് സ്കെയിലിൽ നമുക്കത് ഉപയോഗിക്കാം, ലാവിഷായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യാം, സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുത്തൊക്കെ ജീവിക്കാം. പക്ഷേ ഒരു ഉള്ളിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയുണ്ടാവും. പിന്നെ ഇത് മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരസ്വസ്ഥത. അപ്പോൾ അവരോട് ചിലപ്പോൾ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ച് കഴിഞ്ഞാൽ ചില അവസരങ്ങൾ ഞങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള കാണുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾ അത് ഉടനെ മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ കൈയോടെ പിടിച്ച കേസുകളുണ്ടോ? പിടിച്ച കേസെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മിക്കവാറും വരുന്ന എക്സാം ടൈമാണ്. എക്സാം ടൈമിൽ കോപ്പിയടിയും മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാവും സ്കൂളുകളിലാവുമ്പോൾ. കോപ്പിയടിയും ഈ പറഞ്ഞ പോലെ ഒരു മോഷണമാണല്ലോ. അതെ. അപ്പോൾ കോപ്പിയടി പിടിക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇതാണ്. കാരണം നമ്മളത് എല്ലാവരും, നമ്മുടെ കുട്ടികളെല്ലാവരും ഒരേപോലെയുള്ളവരാണ്, ഒന്നിച്ച് ക്ലാസ് എടുത്ത് കൊടുത്തതാണ്. പക്ഷേ അതിൽ ഓരോരുത്തർ തമ്മിൽ കൈകാര്യം ചെയ്യുമ്പോൾ അറിയാത്തവനറിയാൻ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുന്നു. അതുപോലെ തന്നെ അറിയാവുന്ന കുട്ടികൾ ചിലപ്പോൾ ഈ പേപ്പർ കൊടുത്ത് സഹായിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ട് അത് തടയും. ചിലപ്പോൾ അവർ പെട്ടെന്ന് അംഗീകരിക്കും, ചിലപ്പോൾ ഇത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിന് ബഹളത്തിനൊക്കെ കാരണമാകും. പക്ഷേ എന്നാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസരം വരും. അല്ല, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അംഗീകരിക്കാനും പാടില്ല. കാരണം അത് കുട്ടികളുടെ മനസ്സിൽ ഒരു തെറ്റായ മൂല്യം സ്ഥാപിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായി മാറുകയാണ്. നമ്മൾ കണ്ണടച്ച് വിട്ടാൽ തീർച്ചയായിട്ടും പിള്ളേർ ജയിച്ചു പോട്ടെ എന്നൊക്കെ വിചാരിച്ച് പല അധ്യാപകരും ചിലപ്പോൾ ഇത് കാണാതെ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ കണ്ടിട്ടും മൈൻഡ് ചെയ്യാത്തവരുണ്ട്. അത് തെറ്റ് തന്നെയാണ്. അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. കോപ്പിയടിക്ക് കൂട്ടു നിൽക്കുകയും കോപ്പിയടിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. സാറ് പറയുന്നത് പിന്നെ ഈ കുട്ടി കോപ്പി അടിക്കാതിരിക്കാൻ കോപ്പി അടിക്കുന്ന സമയത്ത് അത് കണ്ടുപിടിച്ച് ശിക്ഷിച്ച് തന്നെ വേണം അത് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിയമപരമായ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും അല്ലേ? ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ ഇതിന് അനുകൂലം നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകാറുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഞാനത് ചെയ്തിട്ടില്ല.
തമ്പുരാൻ സഹായിച്ച് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. എനിക്ക് വേണേ സാറും ഇതുപോലെ തന്നെ സാറിനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഞാൻ 26 അധ്യാപകനായി 5 കൊല്ലം അഡ്മാഷമായിരുന്നു. മാഷായിരുന്നു. 5 കൊല്ലം. നമ്മളിത് പിടിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. സാറിനിപ്പോൾ എന്നാ പേരൻസ് ചോദിക്കുന്ന കാര്യമാണ്. സാറിനിപ്പോൾ എന്നാ ആര് പേരൻസ് ആണ് ചോദിക്കണത്? ചോദിക്കുന്നതാണ്. വിളിച്ച് വരുന്ന ചോദ്യം സാറിനിപ്പോൾ എന്നാ ഈ ചോദ്യം ഉണ്ടാവുകയുള്ളൂ. സാറ് പറഞ്ഞ ഞങ്ങൾ പലപ്പോഴും ഹെൽപ്ലെസ് ആയിട്ട് മാറുകയാണ് ചില മേഖലകളിൽ. ഇങ്ങനെ പറയാനുള്ളതിനെ പറ്റി അതായത് പേരൻസിന് പോലും പ്രോത്സാഹിപ്പിക്കുകയാണ് തെറ്റായ രീതിയിൽ. എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടിയാൽ മതി. അവന് എൻട്രൻസ് വേണമല്ലോ. അതുപോലെ കോപ്പിയടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോക്കിയെഴുന്ന് പറയുന്നത് മറ്റൊരാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാണ്, അറിവ്. അത് അടിച്ചു മാറ്റുകയാണ്. മകൻ ഡോക്ടർ ആകണം, എഞ്ചിനീയർ ആകണം, ഏത് വളഞ്ഞ വഴിയും ബൈ ഹൂക്ക് ഓർ ക്രൂക്ക്. അതാണ് പല പേരൻസിൻ്റെ ആഗ്രഹം. നമ്മൾ കൂട്ടി നിൽക്കുന്നില്ല. ആശയം നേരിട്ട് വന്നിട്ടുണ്ട്, മുന്നോട്ട് പോയിട്ടുണ്ട് ഒരു വിശ്വാസത്തോടു കൂടി തന്നെ. അല്ല, അതാണ് കത്തോലിക്ക സഭയുടെ ഒരു ശൈലി. അത് ചാവറപ്പിതാവ് അതാണ് പറയുന്നത്. ഈ കട്ടവസ്തു കത്തിപ്പോകും എന്നുള്ളൊരു കൺസെപ്റ്റ്, ഒരു ദർശനം ഇന്ന് പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും കക്കാം, ആരും അറിയാതിരുന്നാൽ മതി എന്നുള്ളൊരു ഫീൽഡിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു മനസ്സ് ഇപ്പം എന്താണ് അഭിപ്രായം? എന്താണ്? എൻ്റെ പേര് രഞ്ജിത്ത് ചാക്കോ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ഹൈസ്കൂളിൽ അധ്യാപകനാണ്. നമ്മളിപ്പം പുതിയ തലമുറയിൽ മാതാപിതാക്കൾ കുട്ടികളുടെ ഈ തെറ്റുകളോട് പലപ്പോഴും അനുകൂലമായൊരു സമീപനം സ്വീകരിക്കുന്നത് ഒരു തെറ്റായ കാഴ്ചപ്പാട് പുലർത്തുന്നതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഉദാഹരണത്തിന് തന്നെ ഒന്ന്, മാതാപിതാക്കൾ കുട്ടികൾക്ക് പലപ്പോഴും വഴിതെറ്റിപ്പോകാനുള്ള സാഹചര്യം മാതാപിതാക്കൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും സ്വന്തം വീട്ടിൽ പണം സൂക്ഷിക്കുമ്പോൾ അശ്രദ്ധയോടുകൂടി എത്ര പണം ഉണ്ട് എന്ന് എണ്ണിത്തിട്ടപ്പെടുത്താതെയൊക്കെ അലക്ഷ്യമായിട്ടൊക്കെ സൂക്ഷിക്കുമ്പോൾ പലപ്പോഴും കുട്ടികൾ അത് ചൂഷണം ചെയ്യും. കുട്ടികളത് പലപ്പോഴും അത് കുട്ടികളുടെ ഒരു ടെൻഡൻസി ആ മോഷ്ടിക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുന്നതിന് കാരണമാണ്. ഞങ്ങൾക്ക് നേരിട്ട് ഒരു അനുഭവമുള്ള കാര്യം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി വളരെ സാമ്പത്തികമായ ഉന്നത നിലവാരത്തിലുള്ള സാഹചര്യത്തിലൊന്നുള്ള ഒരു കുടുംബത്തിലുള്ള കുട്ടിയല്ല. ആ കുട്ടിയുടെ അച്ഛൻ തെരുവ് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. തെരുവിൽ പോയി വസ്ത്രങ്ങൾ വ്യാപാരം ചെയ്ത് അന്നന്ന് ജീവിതം തള്ളി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി. ഇദ്ദേഹം കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കിട്ടുന്ന പണം തൻ്റെ കീശയിൽ തന്നെ ഷർട്ടിൻ്റെ പോക്കറ്റിലിട്ട് അത് അലക്ഷ്യമായി വീട്ടിൽ വന്ന് ഹാങ്കറിൽ ഊരി വെച്ച് പോകും. പലപ്പോഴും ഇത് ജോലി കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ എണ്ണി തിട്ടപ്പെടുത്താനൊന്നും പലപ്പോഴും അദ്ദേഹത്തിന് സമയം കിട്ടിയിട്ടില്ല. കുട്ടി പലപ്പോഴും അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് 500ഉം 100ഉം ഒക്കെ ആണെങ്കിൽ പോലും വേണ്ടില്ല, അത് എങ്കിൽ പോലും അതും തെറ്റാണ്, എങ്കിലും 500 രൂപയൊക്കെ കുട്ടി പലപ്പോഴും എടുത്തുകൊണ്ട് വരും. അത് കുട്ടി മറ്റ് കുട്ടികൾക്കും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക, അവരോടും എന്താ പറയുക, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെ വീട്ടിൽ പണം ഉണ്ടാവുമല്ലോ, അത് എടുത്തോളൂ എന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം കൂടി. അപ്പോൾ ഇത് ഒരു അശ്രദ്ധ, രക്ഷിതാവിൻ്റെ ഒരു അശ്രദ്ധയും. മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ഒരു വിജിലൻ്റ് ആയിരിക്കണം. പൈസ എത്ര ഉണ്ടെന്ന് എണ്ണി കൃത്യമായിട്ട് അറിയണം. പണം ഇല്ലാത്തവർക്ക് പിന്നെ പ്രശ്നമില്ല, പണം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയുണ്ട് എന്ന് കൃത്യമായിട്ട്, അല്ലേ? അതെ അതെ, പൈസയൊക്കെ ആണെങ്കിലും പബ്ലിക്കായിട്ട് ഇട്ടിട്ട് പോകുന്നു. അതെ, അശ്രദ്ധ എന്താ പറയുക, കുട്ടികളെ വഴി തെറ്റിക്കുന്നതിന്. രഞ്ജിത്ത് സാറ് പറഞ്ഞത് നമ്മളിന്ന് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പല മാതാപിതാക്കളും ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് ഈ ഉദാഹരണങ്ങളെന്ന് പലപ്പോഴും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ ജോസഫ് മതി സാറ് പറഞ്ഞ പോലെ തന്നെ, മാതാപിതാക്കൾ ഇന്ന് കുട്ടികൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള തെറ്റുകളെ ചെറുതായി അവതരിപ്പിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. കാരണം കുഞ്ഞുങ്ങൾ തിരിച്ചൊരു ചോദ്യം മാതാപിതാക്കളോട് ചോദിച്ചാൽ അവർക്ക് തനിച്ച് നിന്ന് അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, എതിർക്കാനുള്ള ഗ്രിപ്പില്ല, അല്ലെങ്കിൽ ആ മൂല്യങ്ങളുടെ ഒരു ഉറപ്പില്ല ജീവിതത്തിൽ. അതാണ് പലരുടെയും. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഞങ്ങൾ ഇപ്പം എത്ര കുട്ടികളുണ്ട്? 3. ടോമി ചേട്ടന് എത്ര പേരായിരുന്നു? 8 പേരായിരുന്നു. 8 പേരായിരുന്നു അല്ലേ? അപ്പം ഞങ്ങൾ 7 പേരാണ്. അപ്പോൾ ചേട്ടന് എത്ര പേരായിരുന്നു കുടുംബത്തിൽ മക്കളുള്ള? ഞങ്ങൾ കുടുംബത്തിൽ 7 പേരായിരുന്നു. പേരെന്താണ്? എൻ്റെ പേര് ബിജു. ബിജുവിന് എത്ര കുട്ടികളുണ്ട്? ഞങ്ങൾക്ക് 3 പേര്. ഇപ്പം ഞങ്ങൾ നമ്മളൊക്കെ ഏതാണ്ട് ഒരു 6-7 മക്കളുള്ള കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇപ്പോൾ
എന്താണ് ഇക്കണോമിക്സിൽ ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിക്കുമ്പം എൻ്റെ മനസ്സിൽ ആകെപ്പാടെയുള്ള ഒരു തിയറി ഓർമ്മയുള്ളത് ഒരു ഡിമാൻഡ് സപ്ലൈ തിയറിയാണ്. ഡിമാൻഡ് ഇൻക്രീസസ് വെൻ സപ്ലൈ ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ് അല്ലേ സാർമാരാണ്, എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയല്ലേ അല്ലേ? അപ്പോൾ അങ്ങനെ സപ്ലൈ കൂടിക്കൂടി വരുമ്പം ഡിമാൻഡ് കുറയുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു ഡിമാൻഡ് സപ്ലൈ കർവ് ഒക്കെ ഇങ്ങനെ വരച്ചതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അത് മാത്രമേ ഓർമ്മയിലുള്ളൂ. പക്ഷേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 പേരുള്ള 8 പേരുള്ള കുടുംബങ്ങളിൽ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ പാകത്തിനുള്ള സപ്ലൈ ഇല്ലാതിരുന്നൊരു കാലത്താണ് നമ്മൾ ജീവിച്ചത്. നമ്മളൊക്കെ ജീവിച്ചൊരു കാലം അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളതുകൊണ്ട് മക്കൾ 8 പേരും അല്ലെങ്കിൽ മൂത്തയാൾ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇളയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തുകൊണ്ട് നടന്നൊരു കാലഘട്ടം അല്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും തൃപ്തരായിരുന്നു. കുറച്ചേ ഉള്ളൂ എല്ലാവരും തൃപ്തരാണ്. പക്ഷെ ഇന്ന് 1ഉം 2ഉം അല്ലെങ്കിൽ 2ഉം 3ഉം മാത്രം കുഞ്ഞുങ്ങളുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾക്ക് ഒരു കാരണവശാലും പറ്റുന്നില്ല. നമ്മൾ മറ്റീരിയൽ കണ്ടൻറ്റ് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് റോയി അച്ഛനാണ് എന്നോട് ആ കഥ പറഞ്ഞതെന്നുണ്ട്. ഒരിക്കലും ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ഒരു കൊച്ച് ഈ ആപ്പിള് തിന്നുകൊണ്ടിരുന്നൊരു കൊച്ചിൻ്റെ കഥ. അതായത് ഒരു വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് റോയി അച്ഛനാണ് പറഞ്ഞത്. കയറി ചെന്ന സമയത്ത് ഒരു കൊച്ച് ആപ്പിളും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുക. കൂടെ 2-3 ആപ്പിൾ കയ്യിലുണ്ട്. പുറകെ ഒരു കുഞ്ഞു കൊച്ച്, 2 പിള്ളേരേ ഉള്ളൂ. അവൾ LKG ഒക്കെ അവളും കാറിക്കൊണ്ട് ഓടുകയാണ്. അപ്പോൾ വീട്ടിലോട്ട് കയറി ചെന്ന സമയത്ത് അപ്പനും അമ്മയും ഒരു അച്ഛൻ കയറി വരുന്നല്ലോ എന്നുള്ള സങ്കടം. പിള്ളേരിങ്ങനെ ഇവൻ മൂത്തവൻ കൊടുക്കുന്നില്ല, അവൻ ഇതും കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിഷമം. അപ്പോൾ എടാ നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് ഇവൻ കടിച്ചു പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനം ഇവൻ കൊണ്ടിരിക്കുന്ന സമയത്ത് ഇളയ കൊച്ചിന് അപ്പൻ വീണ്ടും ഒരു ഓറഞ്ച് ആണ്ട് അയൽക്കത്തെ കടയിൽ പോയി മേടിച്ചുകൊണ്ട് പ്രശ്നം തീർക്കുകയാണ്. എന്നിട്ടും പ്രശ്നം തീരുന്നില്ല. മൂത്തവൻ ഓറഞ്ചിൽ ചാടി പിടിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നോക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക? വെൻ സപ്ലൈ ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. സപ്ലൈ കൂടുന്തോറും മാതാപിതാക്കളോടുള്ള സ്നേഹവും ബഹുമാനവും ഇത്തരത്തിലുള്ള നന്മഭാവങ്ങളോടുള്ള ഒരു കുഞ്ഞിൻ്റെ മനസ്സ് അത് കുറയും. ഇവൻ ഈ സപ്ലൈ കൂടി വരികയാണ് അല്ലേ? കൂടുന്തോറും പിന്നെയും എങ്ങനെയെങ്കിലും കൂടുതലുണ്ടാക്കാനായിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം റോഹിച്ചൻ പറഞ്ഞാൽ നമ്മൾ കൂടുതൽ പിള്ളേരുണ്ടായിരുന്ന സമയത്ത് വീടുകളിൽ ഓരോരുത്തരുടെയും കയ്യിൽ എന്തൊക്കെയാണ് എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ശരിയല്ലേ? ഇപ്പോൾ ഒരു ചെറിയ ഈശോ പടം കൂടുതലുണ്ട്, എനിക്ക് 3 പടം ഉണ്ടാ, നിനക്ക് എത്ര ഉണ്ടാ അല്ലേ? നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ വികാരിച്ചന്മാരൊക്കെ നമുക്കന്ന് സമ്മാനം തരുന്നത് ഈശോ പടങ്ങളായിരുന്നു. എല്ലാ മാതാവിൻ്റെ പടമാണെങ്കിലും ഈശോ പടമാണ്, അൽഫോൻസാമ്മയുടെ പടമാണെങ്കിലും ഈശോ പടമാണ്. നമ്മളെ സംബന്ധിച്ച് എല്ലാ ഈശോ പടങ്ങളായിരുന്നു. അപ്പോൾ ഈശോ പടങ്ങൾ ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാണ്. അതൊക്കെയായിരുന്നു അന്നത്തെ വലിയ സന്തോഷം. നമ്മൾ മോഷ്ടിക്കുന്നത് പോലും പലപ്പോഴും ഈശോ പടമാണ്. ചേച്ചിയുടെ 2 ഈശോ പടം ഞാൻ അടിച്ചു മാറ്റി. അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ കയ്യിൽ എത്രയുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. ഇന്ന് കുട്ടികൾ കുറയുമ്പോൾ അവരുടെ പൊസഷൻസ് അത് കൂടുകയാണ്. എന്തൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ കൈകളിലുള്ളത് എന്ന് നമ്മളിൽ ആർക്കും തന്നെ അറിയില്ല. കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിക്കുന്ന സ്വഭാവം ഇന്ന് പല മാതാപിതാക്കൾക്കും ഇല്ലാതെയായി. പേടിയാണ്. അല്ലെങ്കിൽ മുറിയിലേക്കൊന്ന് കയറാൻ എല്ലാവർക്കും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മുറികളായി. അല്ലെങ്കിൽ പഠിക്കാനുള്ള സ്ഥലങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. അവിടെ വേറൊരാൾ പോയി ഇരിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ പെൻസിൽ എടുക്കുക എന്നൊക്കെ പറയുന്നതിന് കുടുംബ കലഹം ഉണ്ടാകാനുള്ള കാരണമായി മാറി. എന്ന് പറയുമ്പോൾ ഒരു അറിയാത്ത ഒരു സ്വാർത്ഥതയുടെ ഒരു ചൊവ നമ്മുടെയൊക്കെ പെരുമാറ്റത്തിലും ശീലത്തിലും കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ തന്നെയായി. ഓരോരുത്തരും അവനവൻ്റെ കാര്യത്തിൽ അവനവനിൽ തന്നെ അങ്ങിരിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു. അങ്ങനെ വരുമ്പം എൻ്റെ കയ്യിലുള്ളത് കൂട്ടുക എന്ന് പറയുന്നതിന് വേണ്ടി ചെറിയ മോഷണങ്ങൾ നടത്തുക അല്ലെങ്കിൽ തട്ടിയെടുക്കുക, അറിയാതെ എടുത്ത് ഭാഗത്ത് വയ്ക്കുക, ഇതൊക്കെ ഒരു ശീലമായിട്ട് മാറുകയാണ്. ഇതൊന്നും തിരുത്തേണ്ടതല്ല എന്ന് പല മാതാപിതാക്കൾക്കും തോന്നിത്തുടങ്ങും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കട്ടെടുക്കുന്നു അല്ലെങ്കിൽ മോഷ്ടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന ഒരന്തരീക്ഷത്തിൽ തന്നെ ഡൈല്യൂട്ടഡ് ആകുകയാണ്. ഇതൊന്നും സാരമില്ല എന്നൊക്കെ തോന്നുകയാണ്. അതാണിപ്പോൾ സാറ് പറഞ്ഞത്. അതായത് മോഷ്ടിച്ചുകൊണ്ട് മോഷണമാണ്, കോപ്പിയടി എന്ന് പറയുന്നത് മോഷണമാണ്. അപ്പോൾ അത് ഒരു ഇഷ്യൂ മാത്രമാണ്. ഇപ്പോൾ മറ്റ് സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്നു, വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നു, കുട്ടികളുടെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം പല മാതാപിതാക്കളും പലപ്പോഴും എടുക്കുന്നില്ല. സാർ എന്താണ് പറയുന്നത്? കുട്ടിച്ചേർക്കാനുണ്ട്. നമ്മൾ വഴക്ക് പറഞ്ഞാൽ ഉടനെ എന്നോട് രക്ഷാവ് പറഞ്ഞതാണ്, ഞാൻ ഒളിച്ചു പോകും. അവൻ്റെ ഭീഷണിയാണ് മകൻ്റെ. 2 പേരേ ഉള്ളൂ, ഞാൻ ഒളിച്ചു പോകും. എന്നാ ഞാൻ കാണിച്ചു. ഈ ഭീഷണി മകൾ പുലർത്തുന്നു ഇപ്പോൾ വീട്ടിലൊക്കെ. ഭീഷണിപ്പെടുത്തുന്നു. ഞാൻ ഒളിച്ചു പോകും. ചാച്ച എന്നാ ചെയ്യും? ഞാൻ ഒളിച്ചു പോകും. അമ്മ എന്നാ ചെയ്യും? ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് പല വീട്ടുകളിലും. എണ്ണം കുറഞ്ഞാൽ ദോഷമാണ്.
ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകം കൂടിയാണ്. ആ രീതി മനസ്സിലാക്കിയതാണ്. അല്ല, സാറ് പറഞ്ഞത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മോഷണ സ്വഭാവം, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ അയൽക്കാരൻ അവകാശപ്പെട്ടത് എൻ്റെ സുഖജീവിതത്തിന് വേണ്ടി ഞാൻ കൈവശപ്പെടുത്തി വെക്കുന്ന ഒരു ടെൻഡൻസിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സാറ് എന്ത് പറയുന്നു? സാറിന് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സാറിനോട് പറഞ്ഞു. സാറിൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് റെജി മാത്യു. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ മോഷണം എന്ന് പറയുന്നത് ഒരു ചെറുപ്പത്തിലെ തന്നെ തുടങ്ങുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ അത് പ്രായപൂർത്തിയാകുമ്പോഴായിരിക്കും അത് കൂടുതൽ അതിലേക്ക് വരിക. അത് കൂടുതൽ സാധനങ്ങൾ മോഷ്ടിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കുക. പക്ഷെ അത് ചെറുപ്പത്തിലെ തന്നെ അതൊരു ശീലമായിട്ട് തന്നെ രൂപപ്പെടുന്നതാണ്. അല്ല, സാറ് പറഞ്ഞത് ശരിയാ. അതായത് പ്രായമായ മുതിർന്ന ഒരാൾ ഒരു കാറ് മോഷ്ടിക്കുന്നതും ഒരു 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ ഒരു പെൻസിൽ മോഷ്ടിക്കുന്നതും ഒരേ ഇൻറ്റൻസിറ്റിയിലാണ് നടക്കുന്നത്. തുല്യമാണ്. മോഷണം തന്നെ അതൊരു ചെറിയ കാര്യമാണെങ്കിലും അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മനോഭാവം എന്ന് പറയുന്നത് അത് ഒരേ ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ്. അപ്പം നമ്മളെ ഒരു പ്രായത്തിലും നമ്മൾ അതേപോലെ ചില മോഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകാം. പക്ഷെ നമ്മളതൊരു പ്രായപൂർത്തിയായ ഒരു പക്വതയിൽ വരുമ്പോഴാണ് ഇത് മോഷണമാണ്, അല്ലെ അത് അങ്ങനെയല്ലായിരുന്നു എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യും, തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മളത് എനിക്ക് തോന്നുന്നത് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്കത് കൂടുതലും മക്കളിലത് സമ്മർദ്ദം ചെലുത്തി ഇതില്ലായ്മ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചേച്ചി എന്ന് പറയുന്നത് പേരെങ്ങനെ? എൻ്റെ പേര് ദീപ. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ മോഷണം എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല, നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ ചർച്ച നടന്നപ്പോൾ ചിന്തിച്ചൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങളാണ്. അപ്പം അതിലിപ്പോൾ പുതിയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ വ്യാജ കോപ്പികൾ ഒരാൾക്ക് കിട്ടിയാൽ ഒരു കുട്ടിക്ക് കിട്ടിയാൽ മതി, അത് എല്ലാവർക്കും എത്തുകയാണ്. പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ പാരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കൂടെ ഇരുന്ന് കാണാറുമുണ്ട്. ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതൊക്കെ എത്രയോ വലിയൊരു തെറ്റാണെന്നുള്ളത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ സമൂഹത്തിൽ മോഷണം എന്ന് പറയുന്നത് ഒരു പണത്തിൻ്റെയോ അല്ലെങ്കിൽ വസ്തുവിനേക്കാൾ ഉപരിയായിട്ട് വലിയ വ്യാഖ്യാനങ്ങളിലേക്ക് ഇന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി നമ്മൾ നന്നായി ചിന്തിക്കേണ്ടിയിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞ പോയിന്റ് കുറച്ചുകൂടി ന്യൂ ജനറേഷനുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. ഇപ്പം സിനിമകളൊക്കെ പിള്ളേരെ അടിച്ചു മാറ്റിക്കൊണ്ട് വരുമ്പോൾ എടാ പുതിയ സിനിമയാണ് കൊണ്ടുപോടാ നമുക്ക് വീട്ടിലിട്ട് കാണാം എന്ന് പറയുന്ന ഒരു പാരന്റൽ ശൈലി ഇത് ഡെവലപ്പ് ചെയ്ത് തെറ്റേ അല്ലാത്തൊരു ഫീലിലേക്ക് വരും. ഇതൊക്കെ നല്ല മോഷണമാണ്, ചിലത് മോശം മോഷണം, ഇത് നല്ല മോഷണം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അതിനെ ഡൈല്യൂട്ട് ചെയ്ത് വ്യാഖ്യാനിക്കുകയാണ്. മാതാപിതാക്കൾ തന്നെ പ്രോത്സാഹിപ്പിക്കും. ഏത് നല്ല മൂല്യം ഡൈല്യൂട്ട് ചെയ്യപ്പെടുന്നു, അയഞ്ഞ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു, അവിടെ തന്നെ അത് തിന്മയായും തെറ്റായും മാറുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ് അല്ലേ? ടീച്ചർ എന്ന് പറയുന്നത് ടീച്ചർ വളരെ പൊതുസമൂഹത്തിലും സഭയിലുമൊക്കെ ഒത്തിരി സേവനം ചെയ്യാനായിട്ട് അവസരം തമ്പുരാൻ തന്ന ഒരു വ്യക്തിയാണ്. ടീച്ചറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മറുപടിയിലേക്ക് വരാം. മേരി ജോസഫ് കാര്യാങ്കൽ, താമരശ്ശേരി രൂപത മാതൃവേദിയുടെ പ്രസിഡൻ്റാണ്. ഞാനൊരു 30 വർഷത്തോളം അധ്യാപികയായിരുന്നു. AU ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. KCBCയുടെ വനിതാ കമ്മീഷൻ സെക്രട്ടറിയാണ്. വനിതാ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. ഓക്കെ. തീർച്ചയായിട്ടും സഭയിലെ അമ്മമാരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ടൊരു അവകാശമുള്ള ഒരു വ്യക്തിത്വമാണ് ടീച്ചർ. ടീച്ചറിന് പറയാം. കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള മൂല്യങ്ങളും ലഭിക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരമ്മയാണ് ഒരു കുഞ്ഞിനെ എല്ലാ രീതിയിലും, ആദ്യത്തെ അധ്യാപിക തന്നെ അമ്മയാണ്. ആ അമ്മയിൽ നിന്നും വേണം കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള പരിശീലനങ്ങളും ലഭിക്കാൻ. ഇന്ന് കൊച്ചുകുട്ടികളിൽ സ്കൂളിലെത്തുമ്പോൾ പല കുഞ്ഞുങ്ങളും അണുകുടുംബത്തിൽ നിന്ന് വരുന്നത് കൊണ്ട് വളരെയധികം സ്വാർത്ഥതയുള്ളവരായി വരും. അപ്പോൾ അവർക്ക് മറ്റു കുഞ്ഞുങ്ങളിലുള്ള പല വ്യക്തിത്വങ്ങളും അപഹരിക്കുവാനുള്ള ടെൻഡൻസിയുണ്ട്. അത് നമുക്ക് ക്ലാസ്സുകളിൽ പലപ്പോഴും കാണാൻ സാധിക്കും. എപ്പോഴും എൻ്റെ കുഞ്ഞ് 1ാം റാങ്ക് മേടിക്കണം എന്നുള്ളൊരു ചിന്തയാണ് അമ്മയ്ക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പരിശീലനം കുഞ്ഞിന് കിട്ടി വരുന്നത് കൊണ്ട് മറ്റു കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അപ്പോൾ കലാപരമായും
കായികപരമായും പല കാര്യങ്ങളും മോഷണത്തിൻ്റെ രീതിയിൽ തന്നെ ഇവരെ അക്വയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആനുവൽ ഡേ അല്ലെങ്കിൽ സ്കൂൾ യുവജനോത്സവം മോഷണങ്ങളുടെ ഒരു എന്താണ് ഒരു കലവറ തന്നെയാണ്. അല്ലേ, ഒരു കലവറ തന്നെയായി മാറിയിരിക്കുകയാണ്. അല്ല, അത് ശരിയാണ് ടീച്ചർ പറഞ്ഞത്. ഞാനിപ്പം ദീപിക ബാലസഖ്യത്തിൻ്റെ കൊച്ചേട്ടൻ എന്നുള്ള നിലയിൽ കലോത്സവങ്ങൾ നടത്താറുണ്ട്. അപ്പം എൻ്റെ കലോത്സവത്തിൽ ഞങ്ങൾ കൊണ്ടുവരുന്ന DCL കലോത്സവത്തിൽ കൊണ്ടുവരുന്ന ഒരു ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മത്സരമില്ല എന്നുള്ളതാണ്. ആരെയും തോൽപ്പിക്കുന്നതിൽ നീ ആഹ്ലാദിക്കേണ്ട എന്നൊരു ആശയം കൊണ്ടുവരികയാണ്. എൻ്റെ കഴിവുകളുടെ പ്രദർശനമാണ്. എനിക്കും നിനക്കും ദൈവമാണ് കഴിവ് നൽകിയത്. എൻ്റെ കഴിവ് ഞാൻ പ്രദർശിപ്പിക്കുന്നു, നിൻ്റെ കഴിവ് നീ പ്രദർശിപ്പിക്കുന്നു, ഞാൻ നിനക്ക് കാവലിരിക്കാം എന്ന് പറയുന്ന മത്സരത്തിന് പകരം ഉത്സവം ആണ്. അതിന് കലോത്സവം എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മളത് കൊണ്ടാടുകയാണ്. ഇപ്പോൾ ടീച്ചർ പറയുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പം മോഷണം, ഈ കട്ട വസ്തു എന്ന് ചാവറയച്ചൻ പറഞ്ഞ ഈ ഒരു അവസ്ഥയിൽ ഈ വസ്തു എന്ന് പറയുന്നത് ഈ ഭൗതികമായൊരു മുതൽ ചുമന്നുകൊണ്ട് വരുന്ന അല്ലെങ്കിൽ മുഖംമൂടിയൊക്കെ വെച്ച് പോയി ഇങ്ങനെ രാത്രിയിൽ കട്ടുകൊണ്ട് വരുന്നത് മാത്രമല്ല ഈ കട്ട വസ്തു. അല്ലെങ്കിൽ നമ്മൾ വാഴക്കൊല കട്ടുകൊണ്ട് വരുന്നു, അല്ലെങ്കിൽ കപ്പ കട്ടുകൊണ്ട് വരുന്നു എന്ന് പറയുന്നത് പോലെ അല്ല. അത് മാത്രമല്ല, ഇന്ന് അടുത്തിരിക്കുന്ന കൂട്ടുകാരൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവൻ്റെ പ്രസംഗത്തിൻ്റെ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റി പോക്കറ്റിലിടുന്നതും അവനെ തോൽപ്പിക്കാനായിട്ട് കൂവാനായിട്ട് ആളെ വയ്ക്കുന്നതും മത്സരത്തിന് വരുന്ന ജഡ്ജസിനെ സ്വാധീനിച്ച് വിജയം കരസ്ഥമാക്കുന്നതും ഒക്കെ മോഷണം തന്നെയാണെന്നാണ് ടീച്ചർ പറഞ്ഞു വരുന്നത്. ടീച്ചറിന് കുറച്ചുകൂടി വിശദീകരിക്കാനുണ്ട് അല്ലേ? ഇപ്പം നമുക്കൊരു വസ്തു കട്ടുകൊണ്ടുവന്നാൽ ആ വസ്തു നമുക്ക് തിരികെ കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറിയാൽ അത് പരിഹരിക്കുവാൻ നമ്മൾ കൂടുതൽ സമയം എടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കുഞ്ഞൊരു പെന്ന് അല്ലെങ്കിൽ ഒരു പേന, ഒരു ബുക്ക് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് വീട്ടിലെത്തിയാൽ മാതാപിതാക്കൾ വിവേചനത്തോടുകൂടി അത് തിരിച്ചറിഞ്ഞാൽ തീർച്ചയായും ആ കുഞ്ഞിനെ വീട്ടിൽ വെച്ച് തന്നെ ഉപദേശിച്ച് ഉള്ളതുകൊണ്ട് നമുക്ക് സംതൃപ്തിയോടുകൂടി ജീവിക്കാമെന്ന് ആ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായും നമുക്ക് ആ വസ്തു മറ്റാരും അറിയാതെ ഈ കുഞ്ഞിനെ തിരിച്ചേൽപ്പിച്ച ആരുടെയാണോ മോഷ്ടിച്ചത് ആ കുഞ്ഞിന് തിരിച്ചു കൊടുത്തുകൊണ്ട് നമുക്കത് ഉടൻ തന്നെ പരിഹരിക്കാം. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥ പരിഹരിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി നമുക്ക് സമയം വേണ്ടി വരും. അപ്പം വസ്തു മോഷ്ടിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങൾ മോഷ്ടിക്കുന്നതാണ്. അച്ഛൻ പറഞ്ഞ സൽപ്പേരിനെ, ഒരു കുഞ്ഞിൻ്റെ സൽപ്പേരോ ഒരു വ്യക്തിയുടെ സൽപ്പേരോ നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായും അത് തിരിച്ചു കൊടുക്കുവാൻ നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. പറ്റണമെന്നില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് ടീച്ചർ പറഞ്ഞ ആ ഒരു ദർശനം വളരെ വളരെ പ്രസക്തമാണ്. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരുടെ ഒരു എന്താണ് ഒരു മിഡിൽ ഏജിലായിട്ടുള്ള ആളുകളുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു സാറിൻ്റെ അഭിപ്രായം എന്താണ്? പേരെങ്ങനെയാണ് സാറിൻ്റെ? എൻ്റെ പേര് പോൾ. എത്ര കുട്ടികളുണ്ട്? രണ്ടുപേരും. എന്തഭിപ്രായമായി അവർക്ക്? മകള് +2 പഠിക്കുന്നു, മകൻ 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? കുട്ടികളിൽ അങ്ങനെയുള്ള ഒരു ചെറുപ്പം തൊട്ടാണെങ്കിലും അങ്ങനെയുള്ള ഒരു വാസനയോ തെറ്റായ രീതിയൊന്നും കണ്ടിട്ടില്ല? ഇല്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല. ഓക്കെ, നമ്മളത് കറക്റ്റ് ചെയ്യുന്നത് പോലെയാണ്. മാതാപിതാക്കളെ കണ്ടാണല്ലോ മക്കൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ മോഷണം എന്ന് പറയുമ്പോൾ പൈസ മാത്രമല്ല, പുതിയ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ വ്യാജ കോപ്പികൾ ഒരാൾക്ക് കിട്ടിയാൽ ഒരു കുട്ടിക്ക് കിട്ടിയാൽ മതി, അത് എല്ലാവർക്കും എത്തുകയാണ്. പലപ്പോഴും നമ്മൾ തന്നെ അറിയാതെ പാരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, കൂടെ ഇരുന്ന് കാണാറുണ്ട്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ നോക്കുക. അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താ സംഭവിക്കുക? വെൻ സപ്ലൈ ഇൻക്രീസസ് ഡിമാൻഡ് ഡിക്രീസസ്. ഇപ്പോൾ കോപ്പി അടിക്കുന്നവരാണ് മിടുക്കര്, പഠിക്കാതെ നടക്കുക. അപ്പോൾ നീ പഠിക്കുന്നില്ല, അതൊക്കെ പരീക്ഷ ആകുമ്പോൾ ഞാനൊക്കെ ശരിയാക്കുമെന്ന് പറയും. എങ്ങനെയാണ് ശരിയാക്കുക? നന്നായി പഠിച്ച ഒരു കുട്ടി അടുത്തിരുന്ന് പരീക്ഷ എഴുതുന്നുണ്ടെന്ന് ഇവനറിയാം, അവൻ്റെ അടുത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അധ്വാനിക്കാതെ അവൻ്റെ കയ്യിൽ നിന്ന് ശരിയായ ഉത്തരങ്ങൾ കിട്ടും. യഥാർത്ഥ സമയത്ത് മക്കളിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തിരുത്താനായിട്ടുള്ള ചങ്കുറപ്പ്, തിരുത്താനായിട്ടുള്ള ധൈര്യം അത് കാണിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ നല്ല മക്കൾ, നല്ല കുടുംബം കെട്ടിപ്പടുക്കാൻ പറ്റുകയുള്ളൂ.